പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരും ആയ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹസ്വരൂപനായ ഈശോനാഥ, എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും വിശ്വാസത്തിൽ വളരാനുള്ള അനുഗ്രഹം നൽകണമേ. എല്ലാ കുഞ്ഞുമക്കൾക്കും ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ. അവർക്ക് നന്നായി പറയാനുള്ള അനുഗ്രഹം കൊടുക്കണമേ. എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫെബ്രുവരി 6 സമർപ്പിതാത്മാക്കളുടെ അമ്മ. 1993 ഫെബ്രുവരി 6-ാം തീയതി യേശു സേവക സഭ കോൺവെന്റിൽ നിന്നും 3 കന്യാസ്ത്രീകൾ മറ്റൊരു കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ വൈകുന്നേരം തുടങ്ങി പിറ്റേന്ന് രാവിലെ വരെ നീല വെളിച്ചത്താൽ പ്രകാശിതയായി പരിശുദ്ധ കന്യകാമറിയം ഒരു വാഴമരത്തിൽ കാണപ്പെട്ടു. പിറ്റേ ദിവസം ആ തോട്ടം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം തന്നെ കോൺവെന്റിന്റെ ഉൾഭാഗത്ത് പല നിറങ്ങളിൽ മാതാവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഫെബ്രുവരി 19-ാം തീയതി ഞാനാകുന്നു സമർപ്പിതരായ ആത്മാക്കളുടെ അമ്മ എന്ന് അവൾ തന്നെ പരിചയപ്പെടുത്തി. വീണ്ടും മഞ്ഞുപോലെയുള്ള രൂപം എല്ലാ സന്യാസ സദനങ്ങളിലും അനുഭവപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുവാനും മാതാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി സമർപ്പിത ആത്മാക്കളുടെ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ.